ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഞാനിപ്പോൾ നിൽക്കുന്നത് 10,000 അടി ഉയരത്തിലാട്ടോ നിൽക്കുന്നത്. നമ്മുടെ മണാലിയിൽ പോയ സമയത്ത് അവിടെ പാരാഗ്ലൈഡിങ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ വാവയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവിടെ പാരാഗ്ലൈഡിങ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു എന്ന് പറയാം. കാരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ അഡ്വെഞ്ചറിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും പറയും എനിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യണം, അതുമാതിരി എന്താ പറയുക സ്കൈ ഡൈവ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് തന്നെ മണാലിയിൽ പോയിട്ട് എനിക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. സാധാരണ നമ്മള് ഇപ്പം ഇത്രയും ഹൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് മിക്ക ആൾക്കാർക്കും കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പേടിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ചിലപ്പോൾ താഴേക്ക് നോക്കാത്തതുകൊണ്ടായിരിക്കാം ട്ടോ. ഞാൻ ഫുള്ളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക. ആകാശം ഇങ്ങനെ അത്രയും തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ സൗരവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രെയിനറാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഗൈഡാണ് ഉണ്ടായിരുന്നത് കൂടെ. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇത് ചെയ്തു തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി ചോദിക്കുന്നുണ്ടായിരുന്നു സിക്സ് ആക്ക് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട എനിക്ക് ആ ഒരു ഇത് വേണ്ട സിക്സ് ആക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞത് കേൾക്കാതെ തന്നെ 2, 3 സിക്സ് ആക്ക് ഒക്കെ ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പുള്ളി എന്തോ ടെക്നിക്കൽ എറർ ആണെന്ന് എൻ്റെ കയ്യിന്ന് ക്യാമറ വാങ്ങിച്ചിട്ട് പുള്ളി വേഗം അത് ഡിലീറ്റ് ചെയ്തു. ഏതാ സിക്സ് ആക്ക് ചെയ്തത് ട്ടോ. കാരണം എന്താണെന്നറിയോ ഈ സിക്സ് ആക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യണം അവർക്ക്, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം മേ ബി പുള്ളി അത് കട്ട് ചെയ്തത്. അത് ഞാൻ താഴെ വന്നപ്പോഴാണ് അറിഞ്ഞു പുള്ളി ക്യാമറയിൽ അത് കട്ട് ചെയ്തതാണ് വീഡിയോ എന്നുള്ളത്. പക്ഷെ പുള്ളി പറഞ്ഞത് നമ്മളത് ടെക്നിക്കൽ എറർ ആണ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്, ക്യാമറയുടെ എന്തൊക്കെയോ ആണെന്ന്. പക്ഷെ പുള്ളി ഡിലീറ്റ് ചെയ്തതാ. അത് ഭയങ്കര ഒരു വിഷമം പിടിച്ചൊരു കാര്യമായിരുന്നു. കാരണം നമുക്കൊരു വീഡിയോ എടുത്ത് തന്നിട്ട് പുള്ളി അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പം മേ ബി പുള്ളി എൻ്റെ അടുത്ത് പൈസ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ആ പൈസ കൊടുത്തേനെ. പക്ഷെ അതുണ്ടായില്ല. എനിക്ക് ആ ഒരു നെഗറ്റീവ് മാത്രമാണ് ഈ ഒരു ഫ്ലൈയിങ്ങിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഫ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു ഷോർട്ട് ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ, ചെറിയ രീതിയിലുള്ളത്, വലിയ ഒരു ഇതല്ല. അതും പാരച്യൂട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷെ ചെറിയൊരു ഇതായിരുന്നു. കുറച്ച് പെട്ടെന്ന് അതിനകത്തേക്ക് കയറുകയും ചെയ്തു, ജമ്പ് ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്കും തന്നെ നമ്മൾ താഴെ എത്തി. അതുകൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 20 മിനിറ്റ്സോളം മേളിൽ 10,000 അടി ഉയർച്ചയിൽ നമുക്ക് നിന്ന് ഫ്ലൈ ചെയ്യാനായിട്ട് പറ്റി. ഞാൻ നോക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും ഇതുപോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ആ ഏരിയ കംപ്ലീറ്റ്ലി പറന്നുകൊണ്ടിരിക്കുകയാണ്. ആ പറക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വാവയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷേ വാവേനെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കാണാൻ പറ്റിയില്ല. നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ലല്ലോ. സൈഡും ഈ ഒരു ഇതും ഫ്രണ്ട് വ്യൂ മാത്രമാണ് എനിക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ കുറേ നേരം നമ്മൾ ഫ്ലൈ ചെയ്തു. ഞാൻ പക്ഷെ അവിടുന്ന് കുറേ റെക്കോർഡിങ്ങിൽ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ഹൈറ്റിൽ നിന്നതുകൊണ്ടും പിന്നെ കാറ്റ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ടും എൻ്റെ വോയിസ് അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. ശരിക്കും ഞാൻ കുറേ കാര്യങ്ങൾ അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അല്ല അത് ആക്ച്വലി. ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്ര എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആയിരുന്നു അതെന്ന് പറയുന്നത്. കാരണം നമ്മൾ കുറേ നാൾ കാത്തിരുന്നിട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് എത്തി നിൽക്കുമ്പം ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷാട്ടോ. ഇനി ഏറ്റവും വലിയ ഇനി ഒരു ആഗ്രഹമുള്ളത് ദുബായിൽ പോണം, അവിടുന്ന് സ്കൈ ഡൈവ് ചെയ്യണം. ഇതെന്റെ വലിയൊരു ആഗ്രഹമാണ്. മേ ബി അത് 2026 ചെയ്യാനുള്ള ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് കുറേ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പറയുന്ന മാതിരിയല്ല. പിന്നെ ഏറ്റവും വലിയൊരു വിഷമം പിടിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ മണാലിയിൽ പോയി വന്ന് കഴിഞ്ഞ് ഒരു 3 ദിവസം തിരിച്ചെത്തി 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മഞ്ഞിടിയലും ഒക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുള്ള ഒരു ലേഡി അവിടുന്ന് സേഫ്റ്റിയുടെ എന്തോ പ്രശ്നം കൊണ്ട് പുള്ളിക്കാരത്തി അതിൻ്റെ മേളിൽ നിന്ന് താഴെ വീണ് ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നി. കാരണം ശരിയാണ്, നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ ഭയങ്കരമായിട്ട് സേഫ്റ്റി എല്ലാം ഫുൾ 100% സേഫ്റ്റി നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ള അഡ്വെഞ്ചറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം എനിക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള അത്രയും ഹാപ്പി ആയിട്ടുള്ളൊരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ഇതുപോലെയാണ്. എന്നെപ്പോലെ തന്നെയാണ് എല്ലാവരുടെ ലൈഫിലും ഇതുപോലെ ഫ്ലൈ ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇതുമാതിരി പറക്കാൻ പറ്റുക എന്ന് പറയണത് ഒരു വലിയൊരു കാര്യമാണ് അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് പറക്കാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മൊമെന്റ് ആയിരിക്കും. അങ്ങനെ എത്ര പേർക്ക് അങ്ങനെ കിട്ടും എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും തൊട്ട് പിറകിലായിട്ട് കണ്ടില്ലേ നോക്കിയേ. ഞങ്ങൾ നിൽക്കുന്നതിന്റെ തൊട്ട് പിറകിലായിട്ട് വേറെ കുറച്ച് ടീംസ് ആ സൈഡിലായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ വീണ്ടും അങ്ങനെ ഞങ്ങൾ താഴെ ലാൻഡ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ താഴെ കുറേ ക്യാമറാമാൻമാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് 1, 2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ എൻ്റെ ഹാപ്പി ആയിട്ടുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ലവ് യു. ലവ് യു. ലവ് യു.